വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലം നൽകത്തക്ക നിലയിൽ ഏത് തകർന്നിരിക്കുന്ന അവസ്ഥയിലും ഏത് ശൂന്യമായിരിക്കുന്ന ഹൃദയത്തിൻ്റെ മേഖലകളിലും ജീവൻ്റെ വചനം, മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ദൂത് ഹൃദയത്തെ തൊടുമ്പോൾ നിശ്ചയമായി ഹൃദയത്തിന് അസാധാരണമായ വിടുതലുകളും ചൈതന്യങ്ങളും നിശ്ചയമായി സംഭവിച്ചിരിക്കും. ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം ഇതാ. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 30 വാക്യം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ ശബ്ദം അതിനകത്തുനിന്ന് ആഴമായി തൊടുന്ന ദൂത്. മുങ്ങിത്തുടങ്ങുന്ന ഇടത്തു നിന്ന് ഉയർത്തുന്ന ദൈവകരം. മുങ്ങിത്തുടങ്ങുന്ന ഇടത്തു നിന്ന് ഉയർത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം മുങ്ങിത്തുടങ്ങുന്നു. വിശ്വാസത്താൽ ചുവടുവെച്ച് എന്നാൽ പ്രതീക്ഷകളെ തകർക്കുന്ന നിലയിൽ സാഹചര്യം മുങ്ങിത്തുടങ്ങുന്ന ആ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത് അവിടെ നിന്ന് എവിടെയാണോ മുങ്ങിത്തുടങ്ങിയത്, എവിടെയാണോ താന്നു പോകുന്നത്, എവിടെയാണോ താഴ്ച അനുഭവിച്ചത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, അവിടെ നിന്ന് ഉയർച്ചയുടെ പുതിയ തുടക്കങ്ങൾ ദൈവം ആരംഭിക്കുന്നു. ആ വാക്യം വളരെ സുപരിചിതമാണ്, വളരെ ശ്രദ്ധേയമാണ്. പടകിൽ നിന്ന് പത്രോസ് ഇറങ്ങി യേശുവിൻ്റെ അടുക്കലേക്ക് വെള്ളത്തിലൂടെ യാത്ര പുറപ്പെട്ട ആ സമയത്തിൽ കാറ്റ് കണ്ടു പേടിച്ച ആ നിലയിൽ, ആ സാഹചര്യത്തിൻ്റെ നടുവിൽ പത്രോസ് ആയിരിക്കുമ്പോൾ മുങ്ങിത്തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ജീവിതസ്ഥിതി ഇങ്ങനെ ഇപ്രകാരം ചില കടഭാര നിമിത്തം മുങ്ങിത്തുടങ്ങുന്നത് പോലെയാണോ? രോഗത്തിൻ്റെ തലങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണോ? ജീവിതത്തിൻ്റെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മുങ്ങിത്തുടങ്ങുന്ന ഒരു സ്ഥിതിയിലാണോ, സമയത്തിലാണോ? പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇതാ. അതിന് ആഴമില്ല. മുങ്ങിത്തുടങ്ങുന്ന ഇടത്ത് പ്രാർത്ഥിക്കുന്ന ദൈവവൈതനെ മുക്കിക്കളയുവാനുള്ള ആഴമില്ല എന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. യേശു കർത്താവ് കൂടെയുള്ളത് കൊണ്ട്, യേശു കർത്താവ് ജീവിതത്തിലുള്ളത് കൊണ്ട് ഇന്ന് പേടിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, മുങ്ങിത്തുടങ്ങുവാൻ ആ നിലയിൽ ചിലതൊക്കെ പേടിക്കുക, ചില കാര്യങ്ങളിൽ ഭയപ്പെടുക, അതെന്തായി തീരുമെന്നും അകത്തളങ്ങളിൽ വലിയ പരാജയ ഭീതിയിലായിരിക്കുന്ന കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ദൂതിത. അതിന് ആഴങ്ങളില്ല. അതാ ദൈവത്തിൻ്റെ കൃപ, അതാ ദൈവത്തിൻ്റെ വിശ്വസ്തത, അതാ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തം. ദൂത് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയത്തില്ല. നീ നദിയിൽ കൂടെ നടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയത്തില്ല. കാരണം അതിന് ആഴങ്ങളില്ല. ദൈവം കൂടെയിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്വർഗത്തിൻ്റെ വിലയേറിയ ശബ്ദമിതാ, ദൈവത്തിൻ്റെ വിലയേറിയ ദൂതിത. ആ പ്രതികൂലത്തിന്, ആ നദിക്ക് ആഴമില്ല. ഭക്തനെ മുക്കുവാൻ, പ്രാർത്ഥിക്കുന്നവനെ മുക്കുവാൻ, ജീവിതസ്ഥിതിയിൽ മുങ്ങിപ്പോകുന്ന ആ മേഖലകൾ ഇന്ന് ദൂത് വിശ്വസിച്ചോ, അതിന് ആഴങ്ങളില്ല. ജീവിതത്തിൽ കർത്താവുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ ഉടമ്പടിയുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ മഹാസ്നേഹവും മഹാകരുണയുള്ളത് കൊണ്ട് ആ പ്രതികൂലത്തിന് ആഴങ്ങളില്ല.
ആഴങ്ങളില്ലാത്ത പ്രതികൂലം, അതിരുകളുള്ള പ്രതികൂലം, അവിടെയാ മുങ്ങിത്തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വൈതിലേ, ആ മേഖലയിൽ നിന്ന് പുതിയ ഉയർച്ചയിലേക്ക്, പുതിയ ആരംഭങ്ങൾ കുറിക്കുന്ന ദൈവ പദ്ധതികളിലേക്ക് ഇതാ ജീവിത സാഹചര്യങ്ങൾ നടകൊള്ളാൻ പോകുന്നു, നിവൃത്തിയാകാൻ പോകുന്നു. പത്രോസ് വിശ്വാസത്താൽ നടന്നത്. വിശ്വാസത്താൽ നടക്കുമ്പോൾ നിശ്ചയവ ദൈവം നടത്തുക. പത്രോസ് വിശ്വാസത്താൽ നടന്നപ്പോൾ ദൈവം നടത്തുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദവിധ, ദൈവത്തിൻ്റെ വൈതിലെ വിശ്വാസത്താലല്ലേ ആയിരിക്കുന്ന തലത്തിൽ നടക്കുന്നത്. ദൂതിത ദൈവം നടത്തുന്നത്. അതുകൊണ്ട് ഒട്ടും ഭാരപ്പെടേണ്ട, സാഹചര്യങ്ങൾ കണ്ട് ഒട്ടും പേടിക്കേണ്ട. ആ വഴിയിൽ ദൈവത്തിൻ്റെ കരുണയുണ്ട്, ആ വഴിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ആ വഴിയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്, ആ വഴിയിൽ ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തമുണ്ട്. പത്രോസ് ആ പ്രതികൂലത്തിൽ അകപ്പെട്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ തോത്, വിശ്വാസത്തിൻ്റെ അളവ് പത്രോസിന് മനസ്സിലായി. അല്പം കൂടെ എനിക്ക് വിശ്വാസം വേണം, അധികമാകുന്ന ഒരു വിശ്വാസം എനിക്ക് വേണം. ഈ ജീവിതസ്ഥിതിയിൽ, ഈ നടപ്പിൽ ഈ വിശ്വാസത്തോടെ പോരാ, എൻ്റെ അകത്തളങ്ങളിൽ ഒരു വലിയ വിശ്വാസം വേണം. ദൈവത്തിൻ്റെ വൈതിലേ, ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ, മുങ്ങിത്തുടങ്ങത്തേയുള്ളൂ. മുങ്ങിപ്പോകുക സ്വർഗം അനുവദിക്കത്തില്ല. ആഴമില്ലാത്തയിടത്ത് ശത്രു പലതും കാണിച്ച്, പല ശബ്ദങ്ങൾ കേൾപ്പിച്ച് പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന സമയമാണോ ഇന്ന്? പരിശുദ്ധാത്മ പറയുന്നു, ഭയപ്പെടേണ്ട. അവിടെ നിന്ന് പുതിയ ഉയർച്ചയിലേക്ക് ദൈവം നടത്തും. ദൈവ സഹായിക്ക്, വചനം ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകളും ദൈവപ്രവർത്തികളും കർത്താവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കുക. ഓരോ കുടുംബങ്ങളെ, വചനം കേൾക്കുന്ന ഓരോ തലമുറകളെയും അനുഗ്രഹിക്കുക, അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.